ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സിംഹാസനത്തിലെ 16ാമത്തെ പ്രതിമ സ്വപ്നമായി കഥ തുടരുകയാണ്. ഗുണദീപികയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ രാജാവ് കൊടുത്തയച്ച പണവും സൈനികരെയും കൊണ്ട് വിശ്വരഞ്ജിതപുരത്തേക്ക് യാത്രയായി. അവിടെ തൻ്റെ സഹോദരൻ ഭട്ടിയുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അവനെ കണ്ടെത്തിയാൽ മൗനമുദ്രയുടെ വിവരങ്ങൾ അറിയാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. സ്ഥലത്തെത്തിയ ഉടനെ തന്നെ സൈനികരെ ഒരിടത്ത് പാർപ്പിച്ച ശേഷം അദ്ദേഹം തെരുവുകൾ തോറും അലഞ്ഞു. ഇതേ സമയം ഗുണദീപിക തൻ്റെ ഭർത്താവ് വിജയശ്രീ ലാളിതനായി മടങ്ങി വരാനായി ഭദ്രകാളി ദേവിയുടെ മുന്നിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തപസ്സിരുന്നു. അഹങ്കാര ദീപിക ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇതോടെ വൃദ്ധൻ്റെ കഥ കഴിയുമെന്നും ഗുണദീപിക തൻ്റെ അടിമയാവുകയും ചെയ്യുമെന്നാണ് അവളുടെ പ്രതീക്ഷ. വിക്രമാദിത്യൻ ഗ്രാമസഭകളിലും ആൾക്കൂട്ടങ്ങളിലുമെല്ലാം ഭട്ടിയെ തിരഞ്ഞു. ഒടുവിൽ ഒരു മദ്യശാലയിൽ വേഷപ്രച്ഛന്നനായിരുന്നു പകിട കളിക്കുന്ന ഭട്ടിയെ അദ്ദേഹം കണ്ടെത്തി. പുഞ്ചിരിയോടെ അദ്ദേഹം അവൻ്റെ അരികിലേക്ക് ചെന്നു. ഭട്ടി വിക്രമാദിത്യനെ കണ്ടപാടെ എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു. വൃദ്ധവേഷത്തിലായിരുന്നിട്ടും ഭട്ടി വിക്രമാദിത്യനെ തിരിച്ചറിഞ്ഞു. മുഴുക്കുടിയനായ വ്യാപാരിയുടെ വേഷത്തിലായിരുന്നിട്ടും വിക്രമാദിത്യൻ ഭട്ടിയെയും തിരിച്ചറിഞ്ഞു. ഏട്ടാ, ഒരുപാട് നാളായി ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വാർത്തകൾ? പറയൂ. ഈ വേഷം വളരെ നന്നായിട്ടുണ്ടല്ലോ. ഭട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കും ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. വിക്രമാദിത്യൻ ഭട്ടിയെയും കളിയാക്കി. രണ്ടുപേരും ചേർന്ന് ഭട്ടിയുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ എത്തിയ ഉടനെ ഇരുവരും വേഷം മാറി പഴയ രൂപത്തിലായി. ഭട്ടി തനിക്കറിയാവുന്ന വിവരങ്ങൾ വിക്രമാദിത്യനുമായി പങ്കുവച്ചു. 1000 പൊൻപണം ഒന്നാമത്തെ കോട്ടവാതിലിൽ കെട്ടിവച്ചാലേ അകത്ത് കടക്കാനാവൂ. രാജാവ് യാത്രാ ചിലവുകൾക്കായി തന്നയച്ച പണത്തിൽ നിന്നും വിക്രമാദിത്യൻ 1000 പൊൻപണം എണ്ണിയെടുത്തു. അപ്പോഴേക്കും ഭട്ടിയുടെ വീട്ടുടമസ്ഥയായ വൃദ്ധ അവിടേക്ക് കയറി വന്നു. ഭട്ടിയുടെ കൂടെ വിക്രമാദിത്യനെ കണ്ട് അവർ സംശയത്തോടെ നോക്കി. ഉടനെ ഭട്ടി പറഞ്ഞു, അമ്മേ, ഇതെൻ്റെ ഏട്ടനാണ്. ഏട്ടന് മൗനമുദ്രയെ കാണണമെന്നുണ്ട്. അതിനായി വന്നതാണ്. വൃദ്ധ അവരെണ്ണിക്കൊണ്ടിരിക്കുന്ന പണത്തിലേക്ക് നോക്കി. അയ്യോ മക്കളെ, അങ്ങോട്ട് പോവല്ലേ. അവിടെ പോയ എത്ര പേരുടെ ജീവൻ അപകടത്തിലായിട്ടുണ്ടെന്നറിയാമോ? അവിടെ എത്തിച്ചേരുന്നത് അത്ര എളുപ്പമല്ല. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അപകടമാണ് എന്ന് പറയുന്നതല്ലാതെ ആരും എന്താണ് അവിടുത്തെ അപകടം എന്താണെന്ന് പറഞ്ഞു തരാത്തത്? അമ്മയ്ക്കറിയാവുന്നതെങ്കിലും ഞങ്ങളോട് പറയൂ. വിക്രമാദിത്യൻ പറഞ്ഞു. വൃദ്ധ അവരെ രണ്ടുപേരെയും വാത്സല്യത്തോടെ നോക്കി. എനിക്കും നിങ്ങളെപ്പോലെ 2 മക്കളുണ്ടായിരുന്നു. അവരോടും ഞാനിത് പറഞ്ഞതാണ്. എന്നിട്ടും അവർ പോയി ആ അപകടത്തിൽപ്പെട്ടു. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന്. ഒന്നാമത്തെ കോട്ടവാതിൽക്കൽ ഒരു വലിയ മണിയുണ്ട്. അതടിച്ചാൽ 2 സൈനികർ ഇറങ്ങി വരും. അവരുടെ കയ്യിൽ പണം കൊടുക്കണം. അപ്പോൾ അവർ നിങ്ങളെ അകത്തേക്ക് വിടും. അവിടെ ഒരു മേശപ്പുറത്ത് ഇഷ്ടംപോലെ ഭക്ഷണം വച്ചിട്ടുണ്ടാവും. അതിൽ വെന്ത ചോറും വേവാത്ത ചോറും പച്ചയിറച്ചിയും വേവിച്ചിറച്ചിയും തൊലി പൊളിച്ച പഴവും അല്ലാത്ത പഴവും ഒക്കെ ഉണ്ടാവും. അത് മുഴുവൻ കഴിക്കണം. അപ്പോൾ കാവൽക്കാർക്ക് സന്തോഷമാവും. അത് കഴിഞ്ഞ് നേരെ കൊട്ടാരവാതിൽ തുറന്നു തരും. അകത്ത് കയറിയാൽ ഉടനെ തന്നെ 3 മരപ്പാവകളെ കാണാം. അതിലൊരാൾ കയറി വരുന്ന ഈ ആളെ പിടിച്ച് ഒരു കസേരയിലിരുത്തും. രണ്ടാമത്തെയാൾ തല മൊട്ടയടിക്കും. 3ാമത്തെ പ്രതിമ അയാളെ വലിച്ച് പുറത്തെ കിടങ്ങിലേക്കിടും. അവിടെ മുഴുവൻ മുതലകളാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വരുന്നവർക്ക് ജീവൻ കിട്ടും. പിന്നെ ഈ പ്രതിമകളെ കബളിപ്പിച്ച് ആ കോട്ടവാതിൽ കടന്നാലോ അടുത്ത പരീക്ഷണം തുടങ്ങുകയായി. അവിടെ 2 തടിയന്മാർ നിൽപ്പുണ്ടാവും. മല്ലയുദ്ധക്കാരാണ്. അവരെ തോൽപ്പിക്കണം. അത് കഴിഞ്ഞാൽ 4ാമത്തെ കോട്ടയിലേക്ക് കടക്കാം. അവിടെ ആകാശം മുട്ട ഉയരമുള്ള വലിയൊരു കുരങ്ങനുണ്ട്. അങ്ങോട്ട് ചെല്ലുന്നവരെ അവൻ കയറി പിടിച്ച് ശരീരമാകെ മാന്തി കീറിവിടും. അവനെ കബളിപ്പിച്ച് അടുത്ത വാതിൽ കടന്നാലോ അവിടെ ഒരു നരഭോജി കടുവയാണുള്ളത്. അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റില്ല. അടുത്ത വാതിലിൽ പർവ്വതം പോലൊരു മതയാനയുണ്ട്. അതിനെയും കബളിപ്പിച്ച് 7ാമത്തെ വാതിൽ കടന്നാൽ നേരെ ചെന്നെത്തുന്നത് പാതാളം വരെ ആഴമുള്ള ഒരു കിണറിലാണ്. അതിലാണെങ്കിൽ ഭൂതപ്രേത പിശാചുക്കളുടെ ശല്യവുമുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. ഇനി അതും കടന്ന് മുന്നോട്ട് ചെന്നാലോ 8ാമത്തെ കോട്ടവാതിൽ കാണാം. അവിടെയാണെങ്കിൽ മുഴുവൻ ചതുപ്പ് നിലമാണ്. കാലുവച്ചാൽ താണുപോവും.
പക്ഷേ അതിലൂടെ നടന്നു തന്നെ കടക്കണം. അതൊക്കെ കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കക്കയുടെ തോടിനുള്ളിൽ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ടാവും. ആ ഇത്തിരി വെള്ളം കൊണ്ട് ശരീരം മുഴുവൻ വൃത്തിയാക്കണം. പകുതി വെള്ളം അതിൽ ശേഷിപ്പിക്കുകയും വേണം. അങ്ങനെ കൈകാലുകൾ ശുദ്ധിയാക്കി 9ാമത്തെ വാതിൽ കടന്നാൽ മനോഹരമായൊരു സ്ഫടിക മണ്ഡപം കാണാം. തറയെല്ലാം നല്ല മിനുസമാണ്. പക്ഷേ സൂക്ഷിക്കണം, കാല് വച്ചാൽ വഴുക്കി വീഴും. അതിലൂടെ കടന്നു പോകാൻ അഭ്യാസികൾക്കോ ഇന്ദ്രജാലക്കാർക്കോ മറ്റോ പറ്റിയാലായി. തെന്നി വീണാൽ തല നിലത്തടിച്ച് ചിതറിപ്പോവും. ഇനി അതും കടന്ന് 10ാമത്തെ കോട്ടവാതിൽ തുറന്നാൽ പിന്നെ ഇരുട്ടാണ്. മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അകത്ത് മുഴുവൻ കൂർത്ത അഗ്രങ്ങളുള്ള സ്ഫടിക തൂണുകളാണ്. തല അതിലെങ്ങാനും തട്ടിപ്പോയാൽ തീർന്നു, 2 കഷ്ണമായി പോവും. മരണം പതിയിരിക്കുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം കടന്നാൽ നിങ്ങൾക്ക് മഹാറാണിയും രാജകുമാരിയും താമസിക്കുന്ന അന്തഃപുരത്തിലേക്കെത്താം. അവിടെ 1000 വിളക്കുകൾ ഒരുമിച്ച് കത്തിച്ചു വച്ചിട്ടുണ്ടാവും. വളരെ മനോഹരമാണ് അവിടം. നടുക്കു തന്നെ പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു കട്ടിൽ കാണാം. പക്ഷേ അതിൻ്റെ തല ഏതാണ് കാലേതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാനാവില്ല. കടന്നു ചെല്ലുന്നയാൾ ആ കട്ടിലിൽ കയറി കിടക്കണം. തലഭാഗവും കാൽഭാഗവും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെയെങ്ങാനും മാറിപ്പോയാൽ അപ്പം തന്നെ 2 പ്രതിമകൾ വന്ന് തലമുണ്ടനം ചെയ്യും. 3ാമതൊരു പ്രതിമ വന്ന് ആളെ വലിച്ചു കൊണ്ടുപോയി ആ പഴയ മുതലക്കുളത്തിലേക്കിടും. എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ കിടക്കുകയാണെങ്കിൽ ഈ പ്രതിമകൾ ചെയ്യുന്നത് മറ്റു പലതുമാവും. നിങ്ങളുടെ ശരീരം സുഗന്ധവ്യഞ്ജനങ്ങൾ പൂശി മനോഹരമാക്കും. ഒരു പ്രതിമ മനോഹരമായി പാടുകയും മറ്റൊരു പ്രതിമ നിങ്ങൾക്ക് വേണ്ടി നൃത്തം ചെയ്യുകയും ചെയ്യും. ഇനിയാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. രാജകുമാരിയെ കൊണ്ട് 3 വാക്ക് സംസാരിപ്പിക്കുക. ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും കൂടുവിട്ട് കൂടുമാറലുമൊക്കെ അറിയാവുന്ന ആ കുഞ്ഞ് നിങ്ങൾക്ക് നേർക്ക് ചില വിദ്യകളൊക്കെ പ്രയോഗിക്കും. അതിലെല്ലാം ജയിച്ചിട്ട് വേണം അവളെ കൊണ്ട് 3 വാക്ക് സംസാരിപ്പിക്കാൻ. ഇത്രയുമായപ്പോഴേക്കും ഭട്ടി ഇടപെട്ടു. അയ്യോ, ഇതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. എന്തിനാണാവോ വിവാഹിതരാവാത്ത ചെറുപ്പക്കാരെ കൊണ്ട് ആ കുമാരി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കുന്നത്? 3 വാക്കല്ല 3000 വാക്ക് അവൾക്ക് സംസാരിച്ചുകൂടെ? ഇതെല്ലാം താണ്ടി അവളെ കല്യാണം കഴിക്കാൻ ആര് വരാനാണ്? അമ്മയെ കണ്ടത് നന്നായി. അങ്ങോട്ടുള്ള യാത്ര ഇത്രയും അപകടം പിടിച്ചതാണെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വയ്ക്കാം, അല്ലേ ഭട്ടി? വിക്രമാദിത്യൻ ചോദിച്ചു. വൃദ്ധയെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതേ മക്കളെ, നിങ്ങൾ ആ പരിസരത്തേക്ക് പോലും പോവല്ലേ? ഏയ്, ഞങ്ങളൊന്നും പോകുന്നില്ല, വിക്രമാദിത്യനും ഭട്ടിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. തൻ്റെ ഉപദേശം കേട്ട് 2 പേർക്കും മാനസാന്തരമുണ്ടായി എന്ന് വൃദ്ധ വിശ്വസിച്ചു. അവർ സ്വന്തം കൈകൊണ്ട് 2 പേർക്കും ആഹാരമുണ്ടാക്കി കൊടുത്തു. വിക്രമാദിത്യൻ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ നൽകി വൃദ്ധയെ സന്തോഷിപ്പിച്ചു. സന്ധ്യയോടടുത്തപ്പോൾ നഗരം കാണാനെന്ന വ്യാജേന വിക്രമാദിത്യനും ഭട്ടിയും അവിടെ നിന്നിറങ്ങി. യാത്രയിൽ വേതാളത്തെയും ഒപ്പം കൂട്ടി. ഏറെ നേരമായിട്ടും 2 പേരെയും കാണാത്ത വൃദ്ധ ആകെ വിഷമിച്ചു. തൻ്റെ ഉപദേശം മറികടന്ന് അവർ കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് വൃദ്ധ സംശയിച്ചു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും 2 പേരും തിരിച്ചെത്തി. ഒരുപാട് മധുരപലഹാരങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ അതെല്ലാം വൃദ്ധയ്ക്ക് സമ്മാനമായി നൽകി. വൃദ്ധയ്ക്ക് സന്തോഷമായി. വിക്രമാദിത്യനും ഭട്ടിയും ഒരിക്കലും കോട്ടയിലേക്ക് പോകില്ല എന്ന് വൃദ്ധയ്ക്ക് ഉറപ്പായി. സന്തോഷത്തോടെ 3 പേരും ഉറങ്ങാൻ കിടന്നു. വൃദ്ധ ഉറക്കമായി എന്ന് ഉറപ്പായപ്പോൾ വിക്രമാദിത്യനും ഭട്ടിയും മൗനമുദ്രയുടെ കോട്ട ലക്ഷ്യമാക്കി നടന്നു. വളരെ മനോഹരമായ പട്ടണമായിരുന്നു വിശ്വരഞ്ജിതപുരം. കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് 2 പേരും ഒടുവിൽ 1ാമത്തെ കോട്ടവാതിൽക്കലെത്തി. അവിടെ കെട്ടിവെക്കാനുള്ള പണം വിക്രമാദിത്യൻ കയ്യിൽ കരുതിയിരുന്നു. കോട്ടവാതിലിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള വലിയ മണി അവർ കണ്ടു. വിക്രമാദിത്യൻ ധൈര്യപൂർവ്വം ആ മണി മുഴക്കി. മണി ശബ്ദം കേട്ട് ഏതോ ഒരു ഇര വന്നതിലുള്ള സന്തോഷത്തിൽ 2 പേർ കോട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. കൊണ്ടുവന്നിട്ടുള്ള പണം സഞ്ചിയോടുകൂടി വിക്രമാദിത്യൻ അവരുടെ മുന്നിൽ വച്ചു. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 പേരും ആദരസൂചകമായി വിക്രമാദിത്യനെ നോക്കി. അവർ അദ്ദേഹത്തെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു തീന്മേശമേൽ നിരവധി വിഭവങ്ങൾ നിറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ വെന്തചോറും വേവാത്ത ചോറും ഉണ്ടായിരുന്നു. പൊളിച്ച പഴവും പൊളിക്കാത്ത പഴവും ഉണ്ടായിരുന്നു. പച്ചയിറച്ചിയും വേവിച്ച ഇറച്ചിയും ഉണ്ടായിരുന്നു. അതിൽ നിന്നും പാകം ചെയ്തവ മാത്രം വിക്രമാദിത്യൻ ഭക്ഷിച്ചു. മറ്റുള്ളവ ഭട്ടി ആരും അറിയാതെ ഒരു തുകൽ സഞ്ചിയിലാക്കി കയ്യിൽ കരുതി. ഭട്ടി എന്താണ് തിരിച്ചു പോകാത്തത് എന്ന് ആ ഭടന്മാർ ശങ്കിച്ചു. അവൻ പരീക്ഷണങ്ങൾക്കായി എത്തിയ വിക്രമാദിത്യൻ്റെ കൂടെ നടക്കുന്നത് കിങ്കരന്മാർക്ക് സഹിച്ചില്ല. അവർ പറഞ്ഞു, പ്രഭോ, നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് അകത്ത് പോകാൻ കഴിയില്ല. ഒരാളാണ് മത്സരാർത്ഥി.
അദ്ദേഹം മാത്രമേ അടുത്ത വാതിൽ കടക്കൂ. ഭട്ടി ഇത് കേട്ട് അയാളെ പുഞ്ചിരിയോടെ നോക്കി. ആ, അത് കുഴപ്പമില്ല, ഞാനങ്ങ് പോയേക്കാം. അല്ല, അങ്ങ് എത്ര കാലമായി ഇവിടെ? ഞാൻ ഒരുപാട് നാളായി. ഇതിനകത്തിരുന്നാൽ സമയം കാലമൊന്നും അറിയാൻ പറ്റില്ല. ഓ, അപ്പം അങ്ങയുടെ കുടുംബം? അതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല ചങ്ങാതി. ഈ രാജകുമാരി ആരെയെങ്കിലും കല്യാണം കഴിക്കാതെ ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ല. അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഏട്ടൻ നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വ്യക്തമായ പദ്ധതികളുണ്ട്. അദ്ദേഹം എന്തായാലും കുമാരിയെ സ്വന്തമാക്കും. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ഉറപ്പായും നല്ലൊരു പദവിയിലെത്തിക്കും. കാവൽക്കാർ തമാശ കേട്ടതുപോലെ ചിരിച്ചു. ഭട്ടിയും അവർക്കൊപ്പം ചിരിച്ചു. ഭട്ടി പറഞ്ഞു, ചിരിക്കണ്ട, നിങ്ങൾക്ക് ആളെ ശരിക്കും മനസ്സിലായിട്ടില്ല. അവൻ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളിൽ കുറച്ചെടുത്ത് രണ്ടുപേർക്കുമായി കൊടുത്തു. അത് കണ്ടതോടെ ഇരുവരുടെയും മനസ്സ് മാറി തുടങ്ങി. കുശലാന്വേഷണത്തിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ഭട്ടി രണ്ടുപേരെയും കയ്യിലെടുത്തു. അപ്പോഴാണ് സൈനികരിൽ ഒരാൾ വിക്രമാദിത്യൻ മുഴുവൻ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഔചിത്യബോധത്തിൽ ഇരുവരും സന്തുഷ്ടരായി. അവർ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ രണ്ടാമത്തെ കോട്ടവാതിലിന് മുന്നിൽ എത്തിച്ചു. വാതിൽ തുറന്ന ഉടനെ തന്നെ ചലിക്കുന്ന ഒരു പ്രതിമ വന്ന് ആഗതരെ സ്വീകരിച്ചു. അവിടെ മനോഹരമായൊരു ഇരിപ്പിടമുണ്ടായിരുന്നു. പെട്ടെന്ന് ഭട്ടി സൈനികരിൽ ഒരാളെ പിന്നിൽ നിന്നും ശക്തിയായി തള്ളി. വാതിലിൻ്റെ പടിയിൽ തട്ടി വീഴാൻ പോയപ്പോൾ അയാളുടെ ശരീരത്തിൽ വന്ന് അലച്ചതുപോലെയാണ് ഭട്ടി അയാളെ തള്ളിയത്. അയാൾ ഊക്കോടെ വന്ന് ആ കസേരയിൽ വീണു. അയാൾ അവിടെ വീണ ഉടനെ തന്നെ ഇരുവശത്തുമുള്ള മരപ്പലകകൾ അയാളെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ അമർത്തി. ഒട്ടും വൈകാതെ തന്നെ രണ്ട് വശത്തു നിന്നും രണ്ട് മരപ്പാവകൾ എത്തി. അതിലൊരു മരപ്പാവ അയാളുടെ തല മുണ്ടനം ചെയ്തു. രണ്ടാമത്തെ പാവ അയാളെ വലിച്ച് മുതലക്കുളത്തിൽ കൊണ്ടുപോയിട്ടു. അയാൾ സർവ്വശക്തിയും എടുത്ത് നീന്തി എങ്ങനെയോ കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന രീതിയിൽ ഭട്ടി രണ്ടാമത്തെ കാവൽക്കാരനെ നോക്കി. അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിച്ചതെന്ന് വല്ല ധാരണയുമുണ്ടോ? അദ്ദേഹം ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടുത്തെ സേനാനായകനായിരുന്നു, ഞങ്ങളുടെയൊക്കെ തലവൻ. ഏയ്, ഒരു നിമിഷം. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ കാല് തട്ടി ഞാൻ അയാളുടെ ദേഹത്തേക്ക് വീണതാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. ദയവായി ഇത് സ്വീകരിച്ച് ഞങ്ങൾക്ക് അകത്തേക്കുള്ള വാതിൽ തുറന്നു തരിക. ഭട്ടി ഒരു കിഴി പണം കൂടി അയാൾക്ക് നൽകി. സംശയത്തോടെ ഭട്ടിയെ ഒന്ന് നോക്കിയ ശേഷം അയാൾ ചിന്തിച്ചു, ശരിയാ, ഇയാൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും. മത്സരത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ തെറ്റിയിട്ടില്ല. മരപ്പാവകൾ മുറപ്രകാരം അവരുടെ പ്രവൃത്തി ചെയ്തു. മത്സരാർത്ഥി വിജയിയായി ഇവിടെ നിൽക്കുന്നുമുണ്ട്. ഇതിൽ പ്രശ്നമൊന്നുമില്ല. അയാൾ അവർക്ക് അടുത്ത വാതിൽ കാണിച്ചു കൊടുത്തു. ഇതിനപ്പുറത്തേക്ക് എനിക്ക് വരാനാവില്ല, അനുവാദമില്ല. നിങ്ങൾ തനിയെ വേണം ഇനി അകത്ത് പോകാൻ. അയാൾ വാതിൽ തുറന്നു. വാതിൽ അനങ്ങിയപ്പോൾ അകത്തുള്ള മല്ലന്മാർ തയ്യാറായി. ഭട്ടി ചിന്തിച്ചു, അകത്ത് കിടക്കാൻ ഇയാൾക്ക് അനുവാദമില്ല എങ്കിൽ അകത്തുള്ള മല്ലന്മാർ ഇയാളെ നേരത്തെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ മത്സരാർത്ഥിയാര്, കാവൽക്കാരനാര് എന്നൊന്നും അവർക്ക് അറിയാൻ സാധിക്കില്ല. എന്തായാലും ഇയാൾ തന്നെ ആദ്യം അകത്ത് പോകട്ടെ. വാതിൽ തുറന്ന ഉടനെ തന്നെ ഭട്ടി ആ കാവൽക്കാരനെ അകത്തേക്ക് തള്ളി. ഭട്ടിയുടെ ഊഹം ശരിയായിരുന്നു. മല്ലന്മാർ അയാളെ കടന്നു പിടിച്ച് ഇടിച്ച് ചതച്ചു. ഇതിനിടയിൽ ഭട്ടിയും വിക്രമാദിത്യനും രഹസ്യമായി അകത്ത് കിടന്നു. അവർ മല്ലന്മാർ കാണാതെ നടന്ന് അടുത്ത വാതിൽക്കലെത്തി. ഇതിനുള്ളിൽ ഭീകരനായൊരു കുരങ്ങാണ് എന്നാണ് വൃദ്ധ പറഞ്ഞത്. അവർ സംശയത്തോടെ വാതിൽ തുറന്നു. അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഒരു ഭീകര സത്വത്തെ കണ്ട് അവർ ഞെട്ടി. ഉടനെ ഭട്ടി തുകൽ സഞ്ചിയിൽ നിന്നും താൻ നേരത്തെ എടുത്തുവച്ച പഴമെടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. കുരങ്ങന്മാരുടെ സ്വതവേയുള്ള സ്വഭാവം ഭക്ഷണം കണ്ടാൽ ഓടി വന്ന് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കുരങ്ങൻ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഉലാത്തൽ തുടരുന്നു. അത് കണ്ടപ്പോൾ ഭട്ടിക്കും വിക്രമാദിത്യനും സംശയമായി. അവർ പരസ്പരം നോക്കി. ഒടുവിൽ ഭട്ടി ധൈര്യം സംഭരിച്ച് അടുത്തേക്ക് പോയി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അതൊരു യന്ത്രപ്പാവയാണ് എന്ന്. വിക്രമാദിത്യൻ ഉടനെ വേതാളത്തെ വിളിച്ച് പാവ ഉടച്ച് നിലംപരിശാക്കാൻ പറഞ്ഞു. വേതാളം അതുപോലെ ചെയ്തു. അടുത്ത വാതിൽക്കലെത്തിയ വിക്രമാദിത്യനും ഭട്ടിയും പഴയ പരീക്ഷണം ആവർത്തിച്ചു. ഭട്ടി കയ്യിലുള്ള വേവിക്കാത്ത ഇറച്ചി അവിടെയുള്ള നരഭോജി കടുവയ്ക്ക് ഇട്ടുകൊടുത്തു. കടുവ അത് ശ്രദ്ധിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതും ഒരു പ്രതിമ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. വിക്രമാദിത്യൻ വേതാളത്തെ വരുത്തി ആ പ്രതിമയും അടിച്ചു തകർത്തു. ഈ പ്രതിമകളുടെ അത്ഭുതാവഹമായ നിർമ്മിതിയെ പുകഴ്ത്തിക്കൊണ്ട് ഇരുവരും അകത്തേക്ക് നടന്നു. അടുത്ത കവാടത്തിലെ മതയാനയുടെ കാര്യത്തിലും ഭട്ടി പതിവ് വിദ്യ പ്രയോഗിച്ചു. അങ്ങനെ ആ കോട്ടവാതിലും അവർ കടന്നു. അടുത്തത് പാതാളം വരെ എത്തുന്ന കിണറാണ്. വിക്രമാദിത്യനും ഭട്ടിയും അതിനു മുന്നിൽ വന്നു നിന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇരുവർക്കും ധാരണ ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ചാടിക്കടക്കാൻ കഴിയില്ല. അഥവാ ചാടാൻ ശ്രമിച്ചാലും പകുതി ദൂരമെത്തുമ്പോൾ താഴെ വീഴും. കിണറിൽ നിന്നും ഭൂതപ്രേത പിശാചുക്കളുടെ അലർച്ചയും അട്ടഹാസങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു.
വിക്രമാദിത്യൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു.